السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله الفائزين برضا الله. أما بعد الحمد لله അല്ലാഹുവിൻ്റെ വിശുദ്ധമായ അനുഗ്രഹം കൊണ്ട് പരിശുദ്ധമായ ഖുർആനുൽ ശരീഫ് അത് മനപ്പാഠമാക്കിയ 8 ഹാഫിളീങ്ങളും വിശുദ്ധ ഖുർആൻ മനപ്പാഠമാക്കിയവരും അതോടൊപ്പം വിശുദ്ധമായ ഖുർആനിന്റെ അർത്ഥതലങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങാനും പഠിക്കാനും വിശുദ്ധ ദീൻ നുകരാനും ഫിഖ്ഹി മസ്അലകൾ മനസ്സിലാക്കാനും ഒക്കെ സൗഭാഗ്യം കിട്ടിയവരായ 4 ആലിമുകളും ഹാഫിളുകളല്ലാത്ത മറ്റു 3 ആലിമീങ്ങളുമായി 15 ആളുകളുടെ സനദ് ദാന സമ്മേളനമാണ് ഇവിടെ നടക്കുന്നത്. നമ്മളെ പാനായിക്കുളം അവിടുത്തെ ജനറൽ സെക്രട്ടറി അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അങ്ങനെ വിശുദ്ധമായിരിക്കുന്ന അല്ലാഹുവിന്റെ ദീന് പഠിക്കാൻ സൗകര്യം പഠിക്കുകയും മുഖ്തസർ ബിരുദം കരസ്ഥമാക്കുന്ന 7 വിദ്യാർത്ഥികൾ ഉൾപ്പെടെ 15 ആളുകളാണ് അൽ ഖലമിൽ നിന്ന് ഇന്ന് സനദ് മേടിച്ച് സമൂഹത്തിലേക്ക് ഇറങ്ങുന്നത്. 2 വർഷങ്ങൾക്ക് മുമ്പ് 10-27ഓളം ഹാഫിളുകൾ നമ്മളുടെ ചെറുമനങ്ങാട് നടന്ന സമ്മേളനത്തിൽ വെച്ച് ഹാഫിളുകളായി സമൂഹത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അൽ ഖലം എന്ന് പറയുന്നത് നിങ്ങൾ ചിന്തിക്കുന്നത് പോലെ ഒരുപാട് വലിയ കെട്ടിടങ്ങളൊക്കെ നിർമ്മിച്ച് വലിയ സൗകര്യപ്രദമായിരിക്കുന്ന സ്ഥാപനമാണ് എന്നുള്ളതല്ല. എന്നാൽ വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ ഏറ്റവും കൂടുതൽ സൗകര്യപ്രദമായ വലിയ കെട്ടിടങ്ങളൊക്കെ നിർമ്മിച്ച് ഒരുപാട് പണം ചെലവഴിക്കുന്നതിനു പകരം ആ പണം കൂടെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി ചെലവഴിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടെ 10-15 കുട്ടികൾക്ക് വിശുദ്ധമായ ഹിഫ്ള് കരസ്ഥമാക്കാൻ 2 കോടിയുടെ സ്ഥാപനത്തിന്റെ ആവശ്യങ്ങൾ പലയിടങ്ങളിലുമില്ല. കാരണം ഓരോ മഹല്ലത്തുകളിലും 2 നിലകളും 3 നിലകളുമുള്ള മദ്രസകളും പള്ളികളും ഉപയോഗശൂന്യമായി കിടക്കുന്ന ഒരുപാട് ഇടങ്ങൾ പള്ളിയുടെയും മദ്രസയുടെയും ഒക്കെ കെട്ടിടങ്ങളിൽ തന്നെ ബാക്കിയാക്കി നിൽക്കുകയാണ്. ആ കമ്മിറ്റികളുമായി ഒരു സൗഹൃദത്തിൽ ഏർപ്പെടുകയാണെങ്കിൽ, അവരുമായി ഒരു ടൈപ്പ് നടത്തുകയാണെങ്കിൽ തീർച്ചയായും അവർക്ക് അവിടെ ഒരു 15 കുട്ടികൾ വിശുദ്ധ ഖുർആൻ ഹിഫ്ളാക്കുന്നത് വലിയ ഇഷ്ടമായിരിക്കും. ചില മഹല്ലുകൾക്ക് അതിന്റെ ഫുൾ ഫണ്ട് നൽകാൻ അവർ തയ്യാറായിരിക്കും. ചില മഹല്ലുകൾ സാമ്പത്തികമായി ഭദ്രത കുറഞ്ഞവരായിരിക്കും. അത്തരം സാമ്പത്തിക ഭദ്രത കുറഞ്ഞ മഹല്ലുകളെ അവിടെയുള്ള ഉസ്താദിന്റെ ശമ്പളം നൽകി അൽ ഖലം തന്നെ നേരിട്ട് നൽകി, അല്ലാത്ത ഇടങ്ങളിൽ അവിടുത്തെ മഹല്ല് കമ്മിറ്റിയുമായി ചേർന്ന് നിന്ന് മഹല്ല് കമ്മിറ്റി തന്നെ ശമ്പളം നൽകി, അങ്ങനെ അൽഹംദുലില്ലാഹ് ഇന്ന് 6 സ്ഥാപനങ്ങൾ അൽ ഖലമിന് കീഴിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അൽ ഖലമിന് കീഴിൽ എന്ന് പറയുമ്പോൾ അൽ ഖലം മാത്രമല്ല, മറിച്ച് ഞാൻ പറഞ്ഞല്ലോ അവിടെയുള്ള മഹല്ല് ജമാഅത്ത് കമ്മിറ്റികളും കൂടെ നിന്നുകൊണ്ട് അൽഹംദുലില്ലാഹ് ഓരോ മഹല്ലുകളിലും ഒരു ദീനി ചൈതന്യം ഉണ്ടാക്കാൻ സാധിക്കുക എന്നതാണ് അൽ ഖലം ലക്ഷ്യം വെക്കുന്നത്. ഞാനിവിടെ വെള്ളറക്കാട് ഒരു 5 ഏക്കർ സ്ഥലമെടുത്ത് അവിടെ ഒരു സ്ഥാപനം തുടങ്ങിയാൽ
വെള്ളറക്കാട്ടുകാർക്ക് മാത്രമാണ് അൽക്കലമ കൊണ്ടുള്ള ഉപകാരം ലഭിക്കുന്നതെങ്കിൽ ഈ വ്യത്യസ്തമായ 6 സ്ഥലങ്ങളിലെ മഹല്ല് ജമാഅത്ത് കമ്മിറ്റികളുമായി കൂടിച്ചേരുമ്പോൾ ആ മഹല്ലുകളിൽ കൂടെ 6 സ്ഥലങ്ങളിൽ കൂടെ നമ്മുടെ ദീനീ പ്രവർത്തനം വ്യാപകമാകുന്നു എന്നത് ഒരു വലിയ സന്തോഷകരമാണ്. ഒരു സ്ഥലത്തിൽ ഒതുങ്ങിക്കൂടാതെ മറ്റു മഹല്ലുകളിൽ കൂടെ നമ്മുടെ ദീനീ പ്രവർത്തനങ്ങളെ എത്തിക്കുക. ഇന്ന് അൽഹംദുലില്ലാഹ് എറണാകുളം ജില്ലയിൽ 2 സ്ഥലങ്ങളിലാണ്. ഒരു സ്ഥലത്ത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പനായിക്കുളം എന്ന് പറയുന്ന സ്ഥലത്ത് അൽഹംദുലില്ലാഹ് അവിടുത്തെ മഹല്ല് ജമാഅത്ത് കമ്മിറ്റിയിലെ പ്രധാനപ്പെട്ടവരൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. അള്ളാഹു അവർക്ക് ആഫിയത്ത് നൽകുമാറാകട്ടെ, ദീർഘായുസ്സിനെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ പറഞ്ഞപ്പോൾ തന്നെ വരാമെന്ന് വളരെ മനസ്സോടുകൂടെ ഏറ്റെടുത്ത പ്രിയപ്പെട്ട മുഹമ്മദ് അലി സാഹിബ് അവിടുത്തെ പ്രസിഡന്റ്, അദ്ദേഹത്തിന് വരാൻ കഴിഞ്ഞിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. ചെറിയ രോഗം വിഷമങ്ങൾ ഉണ്ട് എന്ന് ഇന്നലെ പറഞ്ഞു. അള്ളാഹു ഇവിടത്തേക്ക് ആഫിയത്ത് നൽകുമാറാകട്ടെ. അവിടെയുള്ള പ്രിയപ്പെട്ടവർ ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന പ്രായമുള്ളവരാണ്, എങ്കിലും ചുറുചുറുപ്പോടുകൂടെ പ്രവർത്തിക്കുന്ന ദീനീ പ്രവർത്തനങ്ങളിൽ നല്ല കാര്യങ്ങൾ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്ന ഓടി നടക്കുന്ന പ്രിയപ്പെട്ടവർ, അള്ളാഹു അവരൊക്കെ സഹായിക്കുമാറാകട്ടെ. അതിനു മുന്നേ ഭരിച്ചിരുന്നവരും വളരെയേറെ ഈ സംരംഭങ്ങളെ സഹായിച്ച ആളുകൾ തന്നെയാണ്. അള്ളാഹു അവർക്കും വലിയ പ്രതിഫലങ്ങൾ അള്ളാഹു നൽകുമാറാകട്ടെ. ഇപ്പോൾ അൽഹംദുലില്ലാഹ് ഈ റമദാനിന് ശേഷം എറണാകുളം ജില്ലയിൽ എറണാകുളം സിറ്റിയിൽ അൽഹംദുലില്ലാഹ് എപ്പോഴും എൻ്റെ മനസ്സിലൊരു ആഗ്രഹമാണ്, നമ്മളെ കുട്ടികൾക്ക് +2ഉം ഡിഗ്രിയും കഴിയുമ്പോൾ അല്ലെങ്കിൽ ഡിഗ്രിയോടുകൂടെ എല്ലാ വിദ്യാഭ്യാസങ്ങൾക്കും സൗകര്യപ്രദമായ ഒരിടം വേണം. അവിടേക്ക് പോകാൻ, അവരുടെ കോളേജിലേക്ക് പോയി വരാൻ നല്ല സൗകര്യമുള്ള ഇടത്തായിരിക്കണം നമ്മുടെ ക്യാമ്പസ് വേണ്ടത്. എന്നാൽ അവർക്ക് സുഖമായിട്ട് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് അവരുടെ പഠന കോളേജുകളിലേക്ക് എത്താൻ സാധിക്കും. അതുകൊണ്ട് അത്തരം സൗകര്യങ്ങളെല്ലാം കൂടിക്കലർന്ന് കിടക്കുന്ന ഒരിടത്ത് വേണം നമ്മുടെ ക്യാമ്പസ് എന്ന ആഗ്രഹം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സാധിപ്പിച്ചു തന്നിരിക്കുകയാണ്. ഈ വർഷം മുതൽ തുടങ്ങാൻ പോകുന്ന വർഷത്തിൽ റമദാനിന് ശേഷം കലൂരിനടുത്ത് തൊട്ടത്തുംപടി എന്ന് പറയുന്ന മഹല്ല് ജമാഅത്ത് കമ്മിറ്റിയുമായി ഇൻഷാ അല്ലാഹ് എല്ലാവിധ സംസാരങ്ങളും കഴിഞ്ഞ് അവിടെ നമ്മളൊരു ക്യാമ്പസ് തുടങ്ങാൻ ആരംഭിക്കുകയാണ്. അവിടെ നമ്മൾ പഠിക്കുന്നത് നമ്മളിൽ നിന്ന് +1 +2 കഴിഞ്ഞ വിദ്യാർത്ഥികൾ, അതല്ലെങ്കിൽ +2വിലുള്ള വിദ്യാർത്ഥികളും കൂടെയുള്ള 10-25ഓളം വരുന്ന വിദ്യാർത്ഥികളാണ് അവിടെ പഠിക്കുന്നത്. അവിടെ നിന്ന് തൊട്ടടുത്ത് തന്നെയാണ് ഒരു 400 മീറ്റർ നടന്നാൽ കലൂർ മെട്രോ സിറ്റി സ്റ്റേഷൻ അടുത്ത് നിൽക്കുകയാണ്. ഇപ്പുറത്തേക്ക് 450 മീറ്റർ നടന്നാൽ നോർത്ത് റെയിൽവേ സ്റ്റേഷൻ അപ്പുറത്ത് നിൽക്കുകയാണ്. അതുപോലെ മറ്റു വാഹന സൗകര്യങ്ങൾ നമ്മളെ കുട്ടികൾക്ക് പഠിച്ചു വരാൻ വളരെ സിമ്പിളായി പോയി വരാൻ പറ്റുന്ന, ഇപ്പോൾ തന്നെ പനായിക്കുളത്ത് നമ്മൾ ഉള്ളപ്പോൾ ഒരു വിദ്യാർത്ഥി ACCA പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ കുട്ടിക്ക് രാവിലെ 2 മണിക്കൂർ യാത്ര ചെയ്യണം, വൈകുന്നേരവും 2 മണിക്കൂർ യാത്ര ചെയ്യണം. 2 മണിക്കൂർ വിദ്യാഭ്യാസ വിശുദ്ധമായ ദീൻ പഠിക്കാനുള്ള സമയം ആ കുട്ടിക്ക് നഷ്ടപ്പെടുന്നതിൽ നമുക്ക് വലിയ ദുഃഖമുണ്ടായിരുന്നു. അൽഹംദുലില്ലാഹ് ഇന്നിനി അത് കലൂരിൽ നിന്ന് വളരെ സിമ്പിളായിട്ട് 20 മിനിറ്റ് കൊണ്ട് പോകാൻ പറ്റുന്ന ദൂരത്താണ് ആ ക്യാമ്പസ് ഉള്ളത്, ലക്ഷ്യ കോളേജ് ഉള്ളത്. അങ്ങനെ നല്ല നല്ല കോളേജുകളിൽ നമ്മളെ വിദ്യാർത്ഥികൾക്ക് പഠിപ്പിക്കാൻ പ്രിയപ്പെട്ട വാപ്പക്ക് ഉമ്മക്ക് സാമ്പത്തിക ഭദ്രതയുണ്ടെങ്കിൽ പൂർണ്ണമായി അവർ തന്നെ അത് നിർവഹിച്ചുകൊണ്ടും, അല്ലാത്ത മക്കൾക്ക് ഇൻഷാ അല്ലാഹ് പറ്റുന്ന രൂപത്തിൽ അൽഖലം സ്കോളർഷിപ്പ് നൽകിയും അവർക്ക് പഠിക്കാനുള്ള സൗകര്യങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഞാൻ ഈ സമയത്ത് നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. അൽഹംദുലില്ലാഹ് അങ്ങനെ ഒരുപാട് വിശുദ്ധമായ ഹിഫ്ദ്, അതുപോലെ തന്നെ ഈ വരുന്ന വർഷത്തിൽ റമദാനിന് ശേഷം നമ്മുടെ എയർപോർട്ടിന്റെ സമീപം, എയർപോർട്ടിൽ നിന്നും ഏകദേശം 18 കിലോമീറ്റർ അടുത്തുള്ള കൊരട്ടി എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ കുഷ്ഠരോഗികൾ മാത്രം, ഏകദേശം കുഷ്ഠരോഗികളുടെ ഹോസ്പിറ്റലാണ്. അതിന്റെ ചുറ്റും കുഷ്ഠരോഗികളായ ആളുകളുടെ
ആശ്രിതരായ ആളുകൾ വന്ന് 5 സെന്റും 3 സെന്റും ഒക്കെ മേടിച്ച് താമസമാക്കിയ ഒരു ചെറിയ പ്രദേശം, ആകെ 10-16 മുസ്ലിമീങ്ങളെ ഉള്ളൂ, വീടുകളെ ഉള്ളൂ. ആ വീടിന്റെ ഇടയിൽ നമ്മളെ പ്രിയപ്പെട്ട മാളികമ്പേടി അഷ്റഫ് ക അദ്ദേഹം നിർമ്മിച്ച 2 നിലകളിലുള്ള സുന്ദരമായ ഒരു പള്ളി, ആ പള്ളി നമുക്ക് ഈ സൗകര്യത്തിന് വേണ്ടി വിട്ടുതരികയും അഷ്റഫ് കയുടെ സ്വന്തമായി നിൽക്കുന്ന സ്ഥലം 6.5 സെന്റ് സ്ഥലം അൽഹംദുലില്ലാ നമ്മളുടെ കുട്ടികൾക്ക് ഫീസ് തന്ന് പഠിക്കാൻ പറ്റുന്ന സാമ്പത്തിക ഭദ്രതയുള്ളവർക്ക് കൂടെ ഉപകാരപ്പെടാൻ വേണ്ടിയിട്ട് അൽഹംദുലില്ലാ അവിടെ നല്ലൊരു കെട്ടിടം നിർമ്മിച്ച് ഫീസോടുകൂടെയും ആ ഫീസോടുകൂടെ കിട്ടുന്ന ഫീസ് കൊണ്ട് അതേ കണക്കിൽ 20 കുട്ടികൾ ഫീസോടെ പഠിക്കുന്നുവെങ്കിൽ 20 കുട്ടികൾ പാവങ്ങളായ മക്കൾക്ക് കൂടെ ഇവരുടെ ചിലവിൽ തന്നെ പഠിക്കാൻ പറ്റുന്ന സൗകര്യത്തിൽ അവിടെ ഒരു കെട്ടിടം നിർമ്മിച്ച് ഇൻഷാ അല്ലാഹ് ഈ വർഷം അവിടെ ക്ലാസ് ആരംഭിക്കുകയാണ്, കെട്ടിട നിർമ്മാണവും ആരംഭിക്കുകയാണ്. അങ്ങനെ ഇവിടെ വെള്ളറക്കാട് ബദരിയ പള്ളിയിൽ, അതുപോലെ തന്നെ ചെറമനങ്ങാട്, അതുപോലെ തന്നെ കുറ്റിപ്പുറത്ത് മൂടാലില് നമ്മളെ പെൺകുട്ടികൾ ഇവിടെ വന്നിട്ടുണ്ട് അൽഹംദുലില്ലാ. അവർക്ക് വിശുദ്ധമായ ഖുർആൻ മനപ്പാഠമാക്കാൻ അവർക്കും പ്രത്യേകമായ ഒരു ക്യാമ്പസ് യൂസുഫ് ഹാജിയുടെ അദ്ദേഹം നൽകിയ സുന്ദരമായ ഒരു വലിയ ഭവനം, ഒരു മണിമാളിക അൽഹംദുലില്ലാ 30 കുട്ടികൾക്ക് പഠിക്കാനുള്ള സൗകര്യമുള്ള നല്ല ഒരു കെട്ടിടം നമുക്ക് നൽകിയിട്ടുണ്ട്. 2 വർഷമായി ഇവിടെ പഠനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. അടുത്ത വർഷം ഇൻഷാ അല്ലാഹ് നമ്മുടെ ഹാഫിളത്തുകളായ പെൺമക്കൾ ഇനി ഇവിടെ ഹാഫിളത്തുകളായിട്ട് ഇറങ്ങും. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഇതൊന്നും എന്റെ ഒരു ഗമയല്ല, എന്റെ മാത്രം ഒരു പ്രവർത്തനമല്ല, മറിച്ച് ഇതിലൊക്കെ ഞാൻ ചെലവഴിക്കുന്നത് ഒന്നുമില്ല. മറിച്ച് എന്താണ്, എന്റെ നാവ് കൊണ്ട് ആരോടെങ്കിലും ഒക്കെ ഒന്ന് പറയുന്നു എന്നതല്ലാതെ, അവരുടേക്ക് ഞാൻ എത്തുന്നു എന്നതല്ലാതെ, ഈ എന്റെ ഇവിടെ ഒരുമിച്ച് കൂടിയ പലരുടെയും സ്വത്തുകളാണ്, അവർ അധ്വാനിച്ച പണങ്ങളാണ്, അവർ കഷ്ടപ്പെട്ട് ഉയർപ്പൊലിപ്പിച്ച അവരുടെ ദിർഹമുകളാണ്. അൽഹംദുലില്ലാ ഇതെല്ലാം ഉണ്ടാക്കി തരുന്നത് ഈ സമ്മേളനം പോലും, ഇവിടെ ഭക്ഷണം കൊടുക്കുന്നത് പോലും അത്തരത്തിലുള്ള സന്മനസ്സുള്ള ഒരുപാട് മുഅ്മിനീങ്ങളുടെ എല്ലാം അനുഗ്രഹമാണ്, അവരുടെ എല്ലാം സപ്പോർട്ടാണ്, സാമ്പത്തികമായ സഹായങ്ങളുടെയാണ് എന്ന് ഈ അവസരത്തിൽ ഓർക്കുകയാണ്. അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു എല്ലാ മുസീബത്തുകളിൽ നിന്നും വിഷമങ്ങളിൽ നിന്നും അവരെ അല്ലാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് എന്റെ പ്രിയപ്പെട്ട ഈ സമയത്ത് ഇവിടെ നിന്ന് ഹാഫിളുകളായി സമൂഹത്തിലേക്ക് ഇറങ്ങുന്ന എന്റെ പ്രിയപ്പെട്ട കുട്ടികളോട്, അതുപോലെ തന്നെ സനദ് വേടിക്കുന്ന മഹാനായിരിക്കുന്ന മുഹിയുദ്ദീൻ ഷറഫിൻ നവാവി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളുടെ നാമധേയത്തിൽ, അവിടുത്തെ പേരാണ് ഷറഫിൻ നവവി, ആ ഷറഫി എന്ന് പറയുന്ന ഷറഫി എന്ന ബിരുദമാണ് ഇവിടുന്ന് നമ്മൾ കൊടുക്കുന്നത്. ഇൻഷാ അല്ലാഹ് ഷറഫികളായി 7 കുട്ടികൾ ഇവിടുന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അവർക്ക് വേണ്ടി ഞാൻ ഒരൊറ്റ ചെറിയ ഉപദേശം മാത്രം പറഞ്ഞ് ഇൻഷാ അല്ലാഹ് ബഹുമാനപ്പെട്ട സയ്യിദ് അവർകൾ അടുത്ത സമയത്ത് തന്നെ ഇവിടെ വരാനിരിക്കുന്നു. സയ്യിദ് അവർകൾക്ക് ഇവിടുത്തെ പരിപാടി കഴിഞ്ഞ് അത് കണ്ണൂരിലേക്ക് പോകാനുണ്ട്. അതുകൊണ്ട് തന്നെ ഇൻഷാ അല്ലാഹ് പെട്ടെന്ന് തങ്ങളുപ്പാപ്പ ഇവിടെ എത്തും. എന്റെ പ്രിയപ്പെട്ട മക്കളോട് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്, നാം ഓരോരുത്തരും തേനീച്ചകളാകുന്ന ആ ഒരു തേനീച്ചയുടെ സ്വഭാവമെങ്കിലും സൃഷ്ടിക്കാൻ വേണ്ടി നമ്മൾ ഓരോരുത്തരും ശ്രമിക്കണമെന്നുള്ളതാണ്. എന്താണ് തേനീച്ചക്കുള്ള പ്രത്യേകത? തേനുണ്ടാക്കുന്നത് ഒരിക്കലും തേനീച്ചയല്ല, മറിച്ച് തേനുണ്ടാകുന്നത് പൂക്കളിലാണ്. ആ പൂക്കളിലുള്ള തേന് ഊറ്റിക്കുടിക്കുന്ന തേനീച്ച, ആ തേനീച്ചയുടെ ശരീരത്തിലുള്ള മറ്റു അതിന്റെ ഘടനകളും മറ്റുള്ള വസ്തുക്കളും കൂടി ചേരുമ്പോഴാണ് തേനെന്ന് പറയുന്ന സുന്ദരമായ മാധുര്യം നമുക്ക് ലഭിക്കുന്നത്. യഥാർത്ഥത്തിൽ തേനുണ്ടാക്കുന്നത് തേനീച്ചയല്ല, അത് പൂക്കളാണെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, വിശുദ്ധമായിരിക്കുന്ന ദീനീ വിജ്ഞാനങ്ങൾ അത് തേനുകളാണ്. പക്ഷേ ആ തേന് യഥാർത്ഥത്തിൽ പ്രൊഡക്റ്റ് ചെയ്യേണ്ടത് നിങ്ങളാണ്. സയ്യിദവർകൾ നമ്മളെ മജ്ലിസിലേക്ക് വരുന്നു. അല്ലാഹു അവിടുത്തേക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകുമാറാകട്ടെ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്.
ഞാൻ പറഞ്ഞു വന്നത്, തേനീച്ചയല്ല തേനുണ്ടാക്കുന്നത്, മറിച്ച് തേനുണ്ടാകുന്നത് പൂക്കളിലാണ് എന്നതുപോലെ വിശുദ്ധമായ കിതാബുകളിലാണ് തേനുള്ളത്. ആ കിതാബുകൾ ഊറ്റിക്കുടിക്കുന്ന എന്റെ പ്രിയപ്പെട്ട മുതഅല്ലിമുകളെ, നിങ്ങൾ അത് ഊറ്റിക്കുടിക്കുന്നതോടെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് വരേണ്ട ചില മാതൃകകളും ചില ശക്തികളും ചില കഴിവുകളുണ്ട്. അതും കൂടെ ഈ തേനുമായി കൂടിക്കലരുമ്പോഴാണ് യഥാർത്ഥമായിരിക്കുന്ന തേനാകുന്ന ദീനീ ദഅവത്ത്, ദീനീ പ്രവർത്തനം, ദീനീ ചിട്ടകൾ ഈ ലോകത്ത് വ്യാപകമാകുന്നത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട കുട്ടികൾ, അത്തരത്തിൽ ഒരുപാട് വിജ്ഞാനങ്ങൾ കിതാബുകളിൽ നിന്ന് പഠിച്ചിട്ടുണ്ട്. പക്ഷേ അതുകൊണ്ടായില്ല, അത് പഠിച്ചതുകൊണ്ടായില്ല, അത് അവിടെ ഇട്ടേച്ചു പോയാൽ ഒരിക്കലും അതുകൊണ്ട് ഉപകാരം കിട്ടില്ല. മറിച്ച് അത് നമ്മുടെ ജീവിതത്തിൽ പകർത്തിയും അതുപോലെ തന്നെ അത് മറ്റുള്ളവർക്ക് പറഞ്ഞുകൊടുത്തും അതിനെ വേണ്ട വിധത്തിൽ സമ്പുഷ്ടമാക്കാൻ നാം ഓരോരുത്തരും തയ്യാറാകണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് മാത്രം ഓർമ്മപ്പെടുത്തി ഇൻഷാ അല്ലാഹ് നമ്മുടെ ഈ മജ്ലിസിന് നേതൃത്വം നൽകുന്ന, ദുആ മജ്ലിസിന് നേതൃത്വം നൽകുന്ന ബഹുമാനപ്പെട്ട സയ്യിദ് കൂരിക്കുഴി തങ്ങൾ ഉപ്പാപ്പ അവർകളെ ഞാൻ ആർദ്രമായി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. തങ്ങൾ ഉപ്പാപ്പനെ തന്നെ നമ്മൾ തെരഞ്ഞെടുക്കാനുള്ള കാരണം, എനിക്ക് ഏകദേശം 4 കുട്ടികൾ മാത്രം ദറസുള്ള പൊയിലൂരിൽ വാടാനാംകുറിശ്ശിയിലെ പൊയിലൂരിൽ 4 കുട്ടികൾ മാത്രമാണ് എനിക്ക് അന്ന് ദറസ് നടത്തുന്ന സമയത്ത് ദറസുള്ളത്. ആ സമയത്ത് കമ്മിറ്റിയോട് ഞാൻ പറഞ്ഞത് 7 കുട്ടികളെ ഇട്ട് വരാമെന്നായിരുന്നു. പക്ഷേ 7 കുട്ടികളെ കിട്ടിയില്ല. 4 കുട്ടികളാണുള്ളത്. 4 കുട്ടികളെ കൊണ്ട് 1 മാസം കഴിഞ്ഞു, 2 മാസം കഴിഞ്ഞു, 3-ാമത്തെ മാസം ദുൽഹിജ്ജ വന്നു. ദുൽഹിജ്ജ വന്നപ്പോ കമ്മിറ്റിക്കാർ വന്ന് എന്റെ റൂമിൽ വന്നിട്ട് പറഞ്ഞു, ഉസ്താദേ 10 കുട്ടികളാണ് ഞങ്ങൾ ആഗ്രഹം, 7 കുട്ടികളെ കൊണ്ടുവരാന്നാ നിങ്ങൾ പറഞ്ഞത്, പക്ഷേ നിങ്ങൾ 4 കുട്ടികളെ കൊണ്ടുവന്നിട്ടുള്ളൂ, അതുകൊണ്ട് എന്തെങ്കിലും ഒരു പരിഹാരം കാണണമെന്ന് പറഞ്ഞപ്പോ ആ സമയത്ത് പൊയിലൂരിൽ ഞാൻ വന്നതായ സയ്യിദ് അവർകൾ അവിടുത്തെ സലാത്ത് മജ്ലിസിന്റെ നേതൃത്വത്തിന് വേണ്ടി കൊണ്ടുവന്നപ്പോ തങ്ങളുപ്പാപ്പാന്റെ കയ്യിൽ ഞാൻ ഒരു ചെറിയ ഹദിയ കൊടുത്തിട്ട് പറഞ്ഞു, തങ്ങളെ എനിക്കൊന്ന് ദുആ ചെയ്യണം, എന്റെ ദറസ് ഇവിടെ അവസാനിക്കാൻ പോവുകയാണ്, 4 കുട്ടികളെ ഉള്ളൂ, ഇത് ഇത്തരത്തിൽ തുടർന്നു പോയാൽ ഇവിടുന്ന് ഞാൻ പിരിഞ്ഞു പോകേണ്ടി വരും, അതുകൊണ്ട് എനിക്ക് 7 കുട്ടികളെങ്കിലും ആകണം, പറഞ്ഞ വാക്ക് പാലിക്കണം, അതുകൊണ്ട് തങ്ങളുപ്പാപ്പ ദുആ ചെയ്യണം എന്ന് പറഞ്ഞു. തങ്ങളുപ്പാപ്പ അന്ന് അവിടുന്ന് നന്നായി അങ്ങ് ദുആ ചെയ്തു. അൽഹംദുലില്ലാഹ് പിറ്റത്തെ ദിവസം നേരം വെളുക്കുമ്പോ എനിക്കൊരു ഫോൺ കോൾ വരികയാണ്. അത് ലക്ഷദ്വീപ് എന്നാണ്. അവിടുന്ന് വിളിച്ചിട്ട് ചോദിക്കുകയാണ്, ഉസ്താദെ 3 കുട്ടികളെ ഞാൻ അങ്ങോട്ട് ആക്കി തരട്ടെ, അവിടെ സൗകര്യം ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, ഓ സൗകര്യം ഉണ്ടല്ലോ, നമുക്ക് 3 കുട്ടികളെ വേണം. ആ സമയത്ത് തന്നെ ഓക്കെ എന്ന് പറഞ്ഞു. അൽഹംദുലില്ലാഹ് കുന്നംകുളത്ത് ആ കുട്ടികൾ വന്നു. ഞാൻ ആ കുട്ടികളെ കുന്നംകുളത്ത് നിന്ന് പൊയിലൂരിലേക്ക് കൊണ്ടുപോയി. അതെ, അടുത്ത ദിവസം തന്നെ എനിക്ക് 7 കുട്ടികൾ തികഞ്ഞു. അൽഹംദുലില്ലാഹ് അവിടെ നിന്ന് ആരംഭിച്ച ദറസ് 100 ചില്ലറ കുട്ടികളിൽ അൽഹംദുലില്ലാഹ് കൊറോണയ്ക്ക് മുമ്പുണ്ടായിരുന്നു. പിന്നീട് കൊറോണയുമായി ബന്ധപ്പെട്ടപ്പോൾ അല്പം ക്ഷീണം പറ്റിയിട്ടുണ്ടെങ്കിലും ഇപ്പോഴും അൽഹംദുലില്ലാഹ് 19ഓളം വരുന്ന വിദ്യാർത്ഥികൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു പല ക്യാമ്പസുകളിലായിട്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുത്തെ ദുആഇന്റെ പ്രത്യേകതയാണ്, അവിടുത്തെ ഇജാബത്താണ്. അല്ലാഹുവോട് അവിടുന്ന് സലാത്തുൽ കമാലിയ ചൊല്ലി, സലാത്ത് ചൊല്ലി പടച്ച തമ്പുരാനോട് പ്രാർത്ഥിച്ചതിന്റെ ഒരു ഭാഗ്യമാണ്. അതുപോലെ എൻ്റെ പ്രിയപ്പെട്ട പിതാവിന്റെ അവിടുത്തെ മാതാവിന്റെയും പ്രാർത്ഥനയുടെ ഫലമാണ്. എൻ്റെ ഉപ്പ പറയും 100 കുട്ടികളുടെ മുദരിസാവണമെന്ന് പറയും. അപ്പൊ ഞാൻ പറയും 100 കുട്ടികളുടെ 4 കുട്ടികളുള്ളൂ, ഇങ്ങോട്ട് 100 കുട്ടികളുടെ മുദരിസ് എന്നാകാനാ, അതൊന്നും ഇന്നെ കൊണ്ടാകും പറ്റൂല എന്ന് പറയാറുണ്ട്. പക്ഷേ എൻ്റെ ഉപ്പ അത് ദുആ ചെയ്യാതിരിക്കില്ലല്ലോ. വാപ്പമാരാണല്ലോ, ഉമ്മമാരാണല്ലോ, കണ്ണുനീരൊഴുക്കിയിട്ട് പ്രാർത്ഥിക്കാൻ മക്കൾക്കുള്ളൂ, അല്ലാതെ ആരാണുള്ളത്? ആത്മാർത്ഥതയുടെ പ്രാർത്ഥന. വിഷമങ്ങൾ പലതും ഉണ്ടാകുമ്പോഴും, കാലിൻമുട്ടിന്റെ വേദനയും മറ്റു വേദനകളും അസഹ്യപ്പെടുത്തുമ്പോഴും, കഅബയുടെ കില്ല പിടിക്കുമ്പോൾ ആ കാൽമുട്ടിന്റെ വേദനയായിരിക്കില്ല വാപ്പ പറയുന്നത്, എന്റെ മോനെ കാക്കണേ അല്ലാ എന്ന് പറയാൻ. ആ കഅബയുടെ കില്ല പിടിക്കുന്ന സമയത്ത്, അതിനോട് ചേർന്ന് നിൽക്കുന്ന സമയത്ത് വാപ്പ മറക്കില്ല, ഉമ്മ മറക്കില്ല. മക്കൾ വാപ്പയെ മറന്നേക്കാം, മക്കൾ ഉമ്മയെ മറന്നേക്കാം, പക്ഷെ അവര് മറക്കില്ലല്ലോ. അവരെ പ്രാർത്ഥനയായിരിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആ മഹ്മൂദിയയിൽ ജോലി ചെയ്യുമ്പോൾ അൽഹംദുലില്ലാഹ് 100 കുട്ടികളെന്ന് തികഞ്ഞു 100ന് മുകളിലായി. അൽഹംദുലില്ലാഹ് വാപ്പയുടെ പ്രാർത്ഥനയാണ്, ഉമ്മാന്റെ പ്രാർത്ഥനയാണ്. അവരിന്ന് രോഗികളാണ്. അല്ലാഹുവേ, നീ അവർക്ക് പരിപൂർണ്ണ ശിഫ നൽകണേ അല്ലാ, ആഫിയത്ത് നൽകണേ അല്ലാ. ഇബാദത്തുകളൊക്കെ ചെയ്തുകൊണ്ട് ജീവിക്കാൻ, അത് കണ്ടാസ്വദിക്കാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകി അനുഗ്രഹിക്കണേ അല്ലാ. സയ്യിദ് അവർക്ക് പോകാനുള്ളത് കൊണ്ട് ഞാൻ നീട്ടുന്നില്ല, നേരെ തങ്ങൾ പാപ്പാനെ തന്നെ ക്ഷണിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് തങ്ങൾ പാപ്പാന്റെ ആ പ്രഭാഷണവും അത് കഴിഞ്ഞിട്ടുള്ള പ്രാർത്ഥനയും കഴിഞ്ഞിട്ട് നമ്മൾ ഇൻഷാ അല്ലാഹ് തങ്ങൾ പാപ്പാന്റെ കൈകളിൽ കൊണ്ട് തന്നെ
തന്നെ നമ്മുടെ സനദ് ദാനവും നിർവഹിക്കും. വന്യരായ എൻ്റെ പ്രിയപ്പെട്ട ഉസ്താദ് ബഹുമാനപ്പെട്ട മുഹ്യിദ്ദീൻ ഫൈസി ഉസ്താദ് അവറുകൾ ഇപ്പോൾ തന്നെ ഇങ്ങോട്ട് എത്തും. ഉസ്താദിന്റെ ഇൻഷാ അല്ലാഹ് സനദ് ദാന പ്രഭാഷണം ഉണ്ടായിരിക്കും. അള്ളാഹു എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ ഇവിടെ എത്തിയ നമ്മുടെ താഹിർ ബാഖവി ഉസ്താദ്, അതുപോലെ തന്നെ യാസർ സഖാഫി ഉസ്താദ്, അതുപോലെ തന്നെ മറ്റു ഉസ്താദുമാർ, അതുപോലെ നമ്മുടെ പാനായിക്കുളത്തുള്ള സെക്രട്ടറി അബ്ദുൽ ഹക്കീമക്ക, നമ്മൾക്ക് ഇത്ര നേരം പ്രഭാഷണം നടത്തി തന്ന റസ വ്ളോഗിലൂടെ ശ്രദ്ധേയനായ ബഹുമാനപ്പെട്ട ഇംദാദി ഉസ്താദ് അവറുകൾ, അതുപോലെ മറ്റു പലരും ഗസ്റ്റുകളായിട്ട് ഇവിടെ ഉണ്ട്. എല്ലാവർക്കും അതുപോലെ വന്ന എല്ലാ മുഅ്മിനീങ്ങൾക്കും മുഅ്മിനാത്തുകൾക്കും സ്വാഗതം ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് ഇവിടെ വന്നിരായ സയ്യിദ് അവറുകളെ ആദരവോടെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉദ്ഘാടനത്തിന് വേണ്ടി യാസർ ഉസ്താദ് അവിടെ ഉണ്ടോ? യാസർ ഉസ്താദ് ഇവിടെ വന്നിട്ടുണ്ട്. യാസർ ഉസ്താദ് അവരുടെ 2 വാക്ക് ഉദ്ഘാടനം പ്രഭാഷണം നടത്തി. ഇൻഷാ അല്ലാഹ് സയ്യിദ് അവറുകൾ പ്രഭാഷണം നടത്തി.